ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആണെങ്കിൽ അവർക്ക് നമ്മുടെ സ്കില്ല്, കോഡിങ് സ്കില്ല് ഒക്കെയാണ് ആവശ്യം. അതിനുവേണ്ടി ഞാൻ എൻട്രിയിൽ ജോയിൻ ചെയ്തു ഫോർ ബൂസ്റ്റിംഗ് മൈ സ്കിൽ. അങ്ങനെ എൻട്രിയിൽ നിന്ന് പ്രോജക്റ്റൊക്കെ ബിൽഡ് ചെയ്ത് ഉടനെ ഒരു നല്ലൊരു കമ്പനി, ഫസ്റ്റ് കൺസൾട്ടിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ തന്നെ പ്ലേസ്ഡ് ആയി. നോൺ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഞാനിപ്പം വളരെ കോൺഫിഡൻസോട് കൂടി ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതും തീർത്തും എൻട്രിയിലെ കോഴ്സ് കാരണമാണ്. ഈ കോഴ്സ് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ മീ ആൻഡ് ഓൾസോ എനിക്കൊരു കോൺഫിഡൻസ് ആണ് തന്നത്. അതായത് ഏത് കോഴ്സും നമുക്ക് ഇഫ് യു ഇൻട്രസ്റ്റ് ഇൻ ദാറ്റ് വി ക്യാൻ ഫോളോ ആൻഡ് ലേൺ. ഞാൻ ആദ്യം കരുതിയിരുന്നത് ഡിഗ്രി, അതായത് IT ഫീൽഡിൽ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ IT ഫീൽഡിൽ ഒരു ജോബ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നെ അത് മനസ്സിലായി അങ്ങനെയല്ല, സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെക്കൊണ്ടും പറ്റുമെന്ന് എനിക്കത് മനസ്സിലായി. ബിഗിനറായിട്ട് എങ്ങനെ ഏതൊരു കോഴ്സ് എടുത്ത് അതിലൂടെ എൻ്റർ ചെയ്യാന്നുള്ളത് ഞാനിങ്ങനെ അന്വേഷിക്കുകയുണ്ടായി. അന്നേരമാണ് ഇപ്പോൾ ഈ ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്പർ നല്ലൊരു ഓപ്ഷനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് മൈ ബെസ്റ്റ് സ്റ്റെപ്പ് എന്നാണ്. ഇവിടുത്തെ മെൻറ്റർഷിപ്പും സോഫ്റ്റ്വെയർ പരമായിട്ടും കോഡിംഗ് പരമായിട്ടും നല്ലൊരു ഹെൽപ്പിംഗ് ആണ്. ഈവൻ ഇപ്പോൾ പ്രോജക്റ്റ് ചെയ്ത് ഒരു പകുതി വരെ ഡൗട്ട് വന്നാലും സ്റ്റക്കായാലും മെൻറ്റേഴ്സ് നല്ല ഹെൽപ്പിംഗ് ആണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു 1 മന്ത് ചെറിയൊരു ഗ്യാപ്പിനകത്ത് തന്നെ എനിക്ക് പ്ലേസ് ആവാനും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് കൺസൾട്ടിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ട്രെയിനി എന്ന പോസ്റ്റിലപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻട്രിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ഒരു ഗൈഡൻസാണ്. തീർച്ചയായും നമ്മുടെ ഈ ഗൈഡൻസ് നമ്മളൊരു വലിയൊരു നിലയിൽ എത്തിക്കും.